ഒരു ഗതിയും പരഗതിയുമൊന്നും ഇല്ലാത്തവനൊക്കെ അർഹതയില്ലാത്ത സ്ഥാനത്തൊക്കെ വന്നാൽ അവൻ്റെ നോട്ടം ചക്കരക്കുടത്തിലായിരിക്കും. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാനാകാതിരിക്കില്ലല്ലോ. ഈ അവസ്ഥയാണിന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക്. കയ്യിൽ കാൽക്കാശില്ലാതെ തേരാപ്പര തെണ്ടി നടന്നവനെ പൗരാണിക സഭയുടെ ഭണ്ഡാരം ഏൽപ്പിച്ചപ്പോൾ മനസ്സിലാക്കണമായിരുന്നു, ഓർക്കണമായിരുന്നു. ഇതും സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കുമെന്ന്. ഇപ്പോൾ ദേവലോകത്തൊരു കടലാസ് വാങ്ങുന്നതിന് പോലും കമ്മീഷൻ കൊടുക്കണം. അവിടെ പലതും വാങ്ങുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അറിയുന്നില്ല. വൗച്ചർ അക്കൗണ്ട് സെക്ഷനിൽ വരുമ്പോഴാണ് ഇന്ന സാധനം വാങ്ങിച്ചുവെന്നും അത് എന്തിന് വാങ്ങിച്ചുവെന്നോ അതിൻ്റെ ഉപയോഗം എന്തെന്നോ ഒന്നും അറിയില്ലെങ്കിലും വിവരം അറിയുന്നത്. മലങ്കര സഭയ്ക്ക് ഒരു IT വിങ് ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ചുമതല ആർക്കാണ്? അവിടെ എന്ത് നടക്കുന്നെന്ന് ദേവലോകത്ത് ജോലി ചെയ്യുന്നവർക്ക് പോലും അറിയില്ല. അതെന്താണെന്ന് മെത്രാപ്പോലിത്തമാരോട് ചോദിച്ചാൽ അവർ കൈമലർത്തും. ഈ IT വിങ്ങിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി? ഇത് ആരോട് ചോദിച്ചു? ആരനുവാദം കൊടുത്തു? ഇതൊക്കെ ചോദിച്ചാൽ പ്രയാസപ്പെടും. ആരും പറയണ്ട, ആരും ചോദിക്കുകയും വേണ്ട. കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, പറയും. എൻ്റെ ഇഷ്ടം പോലെ ഇവിടെ നടക്കും. അത്രമേലായി ദേവലോകത്തെ കാര്യങ്ങൾ. IT വിങ്ങിനൊരു കമ്മിറ്റിയില്ല, കൂടിയാലോചനകളില്ല. നേർച്ചപ്പണം തന്നിഷ്ടം പോലെ ചിലവാക്കുന്നു. എന്തിന് കൂടുതൽ പറയുന്നു? ദേവലോകം ഒരു ഭാർഗവീ നിലയമായി മാറിയിരിക്കുന്നു. സഭയ്ക്കൊരു മാനേജിംഗ് കമ്മിറ്റിയുണ്ട്. അവരൊന്നും ഇതൊന്നും അറിയുന്നില്ലേ എന്നാണ് പല വിശ്വാസികളും ചോദിക്കുന്നത്. അതോ ഇവർ ഇങ്ങനെയെല്ലാം ചെയ്യാൻ കട്ട് തിന്നാൻ നേർച്ച ഭണ്ഡാരത്തിൻ്റെ താക്കോൽ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണോ? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നേർച്ചപ്പണം കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടത്തുമില്ല. അതൊക്കെ വിശ്വാസികളുടെ കണ്ണിൽ കാണുന്നുമുണ്ട്. കരടിയുടെ സ്വത്ത് മുമ്പുള്ളതും ഇപ്പോഴുള്ളതും ഒന്ന് അന്വേഷിക്കണം. പുറത്തുള്ള ഏജൻസി കൊണ്ട് അന്വേഷിപ്പിക്കണം. ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കും. സ്വന്തം ആവശ്യത്തിന് കോടികൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഒരു മുഖിപ്പനി വന്നാൽ പോലും ചികിത്സയുടെ പേരിൽ കരടി കൈനീട്ടും. ഇനി 1 വർഷം കൂടി സഹിച്ചാൽ മതി. ഇനി മുതൽ സഭയുടെ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കണം. സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഒരണാ പൈസ മോഷണം പോകരുത്. സഭയുടെ ഭണ്ഡാരം കണ്ടുകൊണ്ട് ആരും സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അനുവദിക്കുകയും അരുത്. ഇതൊരു നിസ്വാർത്ഥ സേവനമാണ്. അങ്ങനെ പ്രതിഫലമില്ലാതെ സേവനം ചെയ്യാൻ താല്പര്യമുള്ളവർ തിരഞ്ഞെടുക്കണം. അത്യാവശ്യം യാത്ര ചെയ്യുവാനൊക്കെ വണ്ടിയും പൈസയും സ്വന്തമായി എടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളെ വേണം ഭണ്ഡാരത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കാൻ. കൈയിട്ട് വാരാൻ അനുവദിക്കരുത്. മോഷണം നടത്തി രുചിയെറിഞ്ഞവൻ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും അവൻ പഴയതൊന്നും മറക്കില്ല. അവസരം കിട്ടിയാലെടുത്ത് പോക്കറ്റിലിടും. ഇതിനൊരു മാറ്റം വരണം. സഭയെ ശുദ്ധീകരിക്കണം. അതിനായി വിശ്വാസികൾ രംഗത്തിറങ്ങണം.